വയനാട് വന്യജീവി സങ്കേതത്തിലെ തോൽപ്പെട്ടി വനത്തിൽ റേഡിയോ കോളറുള്ള ആന എത്തിയെന്നുള്ള വിവരമാണ് ഉദ്യോഗസ്ഥർക്ക് ആദ്യം ലഭിക്കുന്നത്. ഇതിനെ തുടർന്നാണ് വയനാട്ടിലെ വനമുദ്യോഗസ്ഥർ തമിഴ്നാട്ടിലെയും കർണാടകയിലെയും വനംവകുപ്പുമായി ബന്ധപ്പെടുന്നത്. അപ്പോഴാണ് തണ്ണീർക്കൊമ്പനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കർണാടക വനംവകുപ്പ് പങ്കുവയ്ക്കുന്നത്. എന്നിട്ടും റേഡിയോ കോളറിൽ നിന്ന് സിഗ്നൽ ലഭിക്കാൻ ആവശ്യമായ വിവരങ്ങൾ ലഭ്യമാക്കിയില്ല. തോൽപ്പെട്ടിയിൽ നിന്നാണ് ആന തിരുനെല്ലി, മക്കിമല, ചിറക്കര തുടങ്ങിയ സ്ഥലങ്ങളിലേക്കും പിന്നീട് മാനന്തവാടിയിലേക്കും എത്തിയത്. അതേസമയം ജനവാസ മേഖലയിലേക്ക് എത്തിയ ആദ്യഘട്ടത്തിൽ ആനയെ തുരത്താൻ വനംവകുപ്പ് വേണ്ടത്ര സന്നാഹമൊരുക്കിയില്ലെന്ന പരാതിയുണ്ട്. ഈ ആന വൈകുന്നേരം 7 മണിയോടുകൂടി തലപ്പുഴ ഇറങ്ങിയെന്നാണ് അവിടെയുള്ള ആളുകളിൽ നമുക്ക് കിട്ടുന്ന വിവരം. അതിനുശേഷം 9 മണിയായപ്പോൾ കുഴുന്നലത്തെത്തി എന്ന് പറയുന്നു. അതിനുശേഷം അത് തലശ്ശേരി റോഡിലൂടെ സഞ്ചരിക്കുന്ന ഫോട്ടോ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അത് പാലാക്കുളിയിൽ എത്തിയതായിട്ട് പറയുന്നു. അതിനുശേഷമാണ് ഈ ആന പായോടെത്തുന്നത്. തണ്ണീർക്കൊമ്പനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദമായി അന്വേഷിക്കാൻ കേരള വനംവകുപ്പ് കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ട്. ഈസ്റ്റേൺ സർക്കിൾ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് വിജയാനന്ദന്റെ നേതൃത്വത്തിലുള്ള സമിതി 1 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കും. അതിനിടെ തണ്ണീർക്കൊമ്പന്റെ ശരീരത്തിൽ നിരവധി പെല്ലറ്റുകൾ ഉണ്ടായിരുന്നു എന്ന വിവരവും പുറത്തുവന്നു. കൃഷിയിടങ്ങളിൽ നിന്ന് തുരത്തുന്നതിനിടെ തറച്ച പെല്ലറ്റുകളാകാമെന്നാണ് നിഗമനം. തണ്ണീർക്കൊമ്പനെ റേഡിയോ കോളർ ഘടിപ്പിച്ച ശേഷം തുറന്നുവിട്ട ബന്ദിപ്പൂർ വനമേഖല വയനാട് വന്യജീവി സങ്കേതത്തോട് ചേർന്നാണ് കിടക്കുന്നത്. എന്നാൽ ഇത്തരത്തിലൊരു ആനയെ റേഡിയോ കോളർ ഘടിപ്പിച്ച തുറന്നുവിട്ടിട്ടുണ്ട് എന്ന വിവരം ഔദ്യോഗികമായി വയനാട് വൈൽഡ് ലൈഫ് വാർഡനെയോ മറ്റ് DFOമാരെയോ കർണാടക വനംവകുപ്പ് അറിയിച്ചിരുന്നില്ല. കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.